ഹായ് ഹലോ. അതെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരുണ് അവിടെ ഇരിക്കുന്നുണ്ട്. അവന് ചെറിയൊരു പ്രാങ്ക് കൊടുക്കുക. പ്രാങ്ക് എന്നല്ല, ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ സോഫ്റ്റ് ആയേക്കാം, ചിലപ്പോൾ എൻ്റെ ഫോണ് തന്നെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വരും. എന്താണെന്നല്ലേ കാണിച്ചു തരാം. അന്നേട്ടാ കഷ്ടപ്പെട്ട് സിനിമ കാണുക. ഒന്ന് നിർത്തിയേക്കോ. എല്ലാരും ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഗിവ് അവേ കൊടുത്താലോ? കൊടുക്ക. അപ്പൊ റൂൾസ് ഒക്കെ എന്താന്നാ? ഗിവ് അവേക്ക് നിനക്ക് സമ്മതാണോ? എന്താന്ന് പറയാ? നിനക്ക് സമ്മതാണോ? സമ്മതല്ല. അങ്ങനെ കാര്യം അറിയാണ്ട് സമ്മതം മാലക്കാർക്കും കൊടുക്കാനുള്ള മാലൊന്നും കൊടുക്കൂല. ഇല്ല. സമ്മതാണോ അല്ലെന്ന് പറ. അല്ല. കാര്യം എന്താന്ന് പറഞ്ഞു? കാര്യം ഞാൻ പറയാ. ഗിവ് അവേ ഒക്കെ നമ്മള് അതല്ല. ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചേ. ഞാനിപ്പോ ജിസ്മോള് ചോദിക്കാണ്, ജിസ്മോളെ ഞാൻ ഒരു സാധനം ഇവിടെ എടുക്കട്ടെ, ജിസ്മോക്ക് സമ്മതാണോ? ഞാൻ സമ്മതാണെന്ന് അറിയൂ. അപ്പൊ ഞാൻ ഇവിടുന്ന് വിലപ്പെടുപ്പുള്ള ഗോൾഡുമായി എടുത്തു പോയാലോ? ഇനി എങ്ങനെ പറയൂ? ഗുണു കാര്യം പറ. കാര്യം പറഞ്ഞിട്ട് സമ്മതാണെന്ന് പറയാം. അല്ല, നിനക്ക് നഷ്ടം പറ്റുന്നതല്ല. എന്നാലും കാര്യം പറഞ്ഞു. നഷ്ടം പറ്റുന്ന ഓക്കെ. ആദ്യം ഇതിന്റെ റൂൾസ് പറഞ്ഞുതരാവേ. എൻ്റെ പേജും ഇവന്റെ പേജും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഏതോ ആയിക്കോട്ടെ, വേണ്ട, എൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം. 2 കൂട്ടുകാരികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്രയൊക്കെയാണ്. എന്നാ 2 കൂട്ടുകാരന്മാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ 2 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാ 2 ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഗിവ് അവേയിൽ പ്രായപരിധി നിർബന്ധാട്ടോ. 18 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പങ്കെടുത്താൽ വെറുതെ ആയിപ്പോവും. മെച്ചോർഡായിട്ടുള്ള പറ്റുമെങ്കിൽ ഒരു 50-60 വയസ്സിന് 50-60 വേണ്ട, ഒരു 18 വയസ്സ് തൊട്ടിട്ട് ഒരു 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ ഇതിൽ പങ്കെടുക്കാം. അവർ പങ്കെടുക്കാൻ ചാൻസ് കുറവാണ്. എനിക്ക് നീ ഇവിടുന്ന് ഗീവ് അവേ എങ്ങനെ നിനക്ക് തന്നെ കിട്ടുക? ഇനി പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചാല് സ്പ്രേ അല്ല. ഈ പ്രൊഡക്റ്റിന് കുറച്ച് പഴക്കമുണ്ട്. കുറച്ച് പഴക്കം വെച്ചാൽ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ ആ സമയത്ത്, വാങ്ങുന്ന സമയത്ത്. പക്ഷെ ഇപ്പം വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇപ്പോൾ ഗിവ് അവേ കിട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും മുമ്പോട്ട്. കുറച്ച് പഴക്കണ്ടെന്ന് വെച്ചാൽ ഒരു 10-31 കൊല്ലം പഴക്കണ്ട്. ആരും ഷെയർ ചെയ്തോ കേട്ടോ. ഈ അച്ഛനമ്മ ആർക്കും കൊടുക്കൂല. ഈ മുതലിന് ഞങ്ങൾ ഗിവ് അവേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നും വേണ്ട, 3 നേരം ബിരിയാണി ഒക്കെ പോട്ടെ. എങ്ങനെ മനസ്സിലാവും ഈ ഗിവ് അവേ ആൾക്കാർ? ഇവര് കമന്റ് ഇടൂ, എന്നിട്ട് ലൈവായിട്ട് ഞാൻ ആ കമന്റില് വിന്നറെ സെലക്ട് ചെയ്യും. അപ്പൊ ഇന്ന് ഞാൻ ഇവനെ ഗിവ് അവേ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ യെസ് എന്നോ നോ എന്നോ പറഞ്ഞിട്ട് കമന്റ് ഇടുക. ഞാൻ ലൈവായിട്ട് എന്താക്കൂ, ഞാൻ സെൽഫി എടുക്കട്ടെ. അതെന്തിനാ വെറുതെ എടുത്ത് വയ്ക്കാം. എനിക്ക് തമ്പ്ലൈനിടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി മക്കളെ. വണ്ടിക്കൂലി സഹിതം ഞാൻ തരാം. 600 തരുന്നത്. പിന്നെ അപ്പൊ ഇപ്പൊ തന്നെ കേട്ടല്ലോ സ്വഭാവം. അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടിക്കൂലി സഹിതം നിങ്ങൾക്ക് ഞാൻ തരാം. ഇവിടുന്ന് ഒന്ന് ഈ മരണത്തെ എടുത്ത് മറ്റേതുണ്ടല്ലോ മാൻഡ്രാക്കോ, ജൂനിയർ മാൻഡ്രാക്ക്, അതേപോലത്തെ ഒരു മാൻഡ്രാക്കാണിത്. നിങ്ങൾക്ക് കൊണ്ടുപോയാൽ മതി. നഷ്ടങ്ങൾ മാത്രമേ വരുള്ളൂ, ഒരു നേട്ടവും കിട്ടാൻ പോണില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ചിലവായിരിക്കും. ബൈ പറയല്ല. എങ്ങനെ പോവാ? എന്തിനാ ഇപ്പോഴോ? എന്നിട്ടപ്പോ വരൂ. നാളെ ഉച്ചാകുമ്പത്തേക്കോ ഇത് തീർക്കണ്ട. മറ്റേ എത്ര സ്പ്രേ ഉണ്ട്? അല്ല, ഇഷ്ടം പോലെ സ്പ്രേ ഉണ്ട്. എന്താ
എന്തെങ്കിലും മമ്മൂട്ടിന്റെ ഒരു ഹിറ്റ്ലർ സിനിമയിലില്ലേ ഓനടുത്ത് അടിച്ചിട്ട് കട്ടായില്ല. ഗൈസ്, ഞാനത് പരീക്ഷണം ചെയ്തതാണ്. സംഭവം അങ്ങനെയല്ല. ഇത് നമ്മൾ വലിയ കഷ്ടമാണ്, ചെറുതായി ആഴ്ചയിൽ 6 ദിവസം കൊടുക്കാൻ പോകും. ഓട്ടം പോവല്ലേ ഭരണി ഭരണി ഒരു പാട്ട് കേടുവോ കൊടുങ്ങൽ ഭരണി ആയാലും 20 ഇന്നത്രയാ ഇന്ന് 18 19 20 22 അവിടെ ഉണ്ടാകാൻ ചാൻസ് കുറവായിരിക്കും. വണ്ടി അവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് കേട്ടാ. അതാ പൊളിച്ചെല്ലാവരും പൊളിച്ച പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത്രയും പൊളിച്ച പോയാതല്ലേ. അതന്നെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് തിരിച്ചു പോകാൻ സൂയിപ്പായിന്നറിയോ? ആ അന്നെ 1 മണിക്കൂർ എടുത്തേക്ക് പുറത്തേക്കല്ലേ. ആകെ 100 മീറ്ററിലും പുറത്തേക്ക്. അമ്മാര് ബ്ലോക്കാണ്ടാകാം. അമ്മാരാളോ ഇന്നും നാളെ എല്ലാം ഡബിൾ ആളായിരിക്കും. 20 21 22 23 ആ 3 ദിവസം ഭരണി അന്നാ പാട്ട് 23-നോ 22-നോ 23-നാണ് പാട്ട്. തോന്നിവാസ പാട്ടോ പെറ്റ അമ്മ കൊടുക്കൂല. അന്നത്തെ ദിവസത്തെ പ്രത്യേകം എന്താ വെച്ചാൽ അന്ന് ആരെ വേണമെങ്കിലും തെറി പറയാം. ആരെ വേണമെങ്കിലും അവിടെ നിന്നിട്ട് ആ അമ്മേന്റെ സന്നിധിയിൽ നിന്നിട്ട് തെറിപ്പാട്ട് പാടുക. അപ്പൊ പോലീസുകാരുടെ അടുത്തിന്റെ പോലീസുകാരെ പാടാം, എന്ത് വേണം ചെയ്യാം. ഞാൻ ഇങ്ങനെ നമ്മളൊക്കെ പറയുമ്പോ ഇങ്ങനെ പറയൂലേ എന്റെ വായിന്ന് ഭരണിപ്പാട്ട് പഠിപ്പിക്കല്ലേന്ന് ഒരു ഡയലോഗ് അല്ലേ അത്? ഓരോരോ വെള്ളടിച്ചു പോയാലോ? പൊങ്കാലന്റെ വെള്ളടിച്ചുള്ളിൽ കയറാൻ പറ്റുമോ? ശബരിമലയിൽ കയറാൻ പറ്റുമോ? കണ്ടതുണ്ട് മധ്യമോ ഉത്തമോ. മുത്തപ്പൻ എന്നെ മീൻ കൂട്ടിയാലും കുഴപ്പമില്ല, എന്തായാലും മുസ്ലിം ആയാലും കുഴപ്പമില്ല, ഹിന്ദു ആയാലും കുഴപ്പമില്ല. ദൈവമൊക്കെ ഒന്നാണ് ശരിക്കും. എല്ലാവരും അങ്ങനെ വേണം കേട്ടോ. ഏതെങ്കിലും ഒരു കാലം ചിലപ്പോൾ എല്ലാ ദൈവങ്ങളും ഒന്നാവും. അതല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മളാളറിയാതെ പ്രസവിച്ചിട്ട് പോയ ഒരാള് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ ഒന്നും അറിയാൻ പറ്റൂലോ. അവരെടുത്ത് വളർത്തുന്ന ആരാണോ അതാണ് അവരെ ജാതി. പക്ഷെ ജനറ്റിക്കലി ചിലപ്പോൾ അവർ പലതും ആയിരിക്കല്ലോ. ഇല്ല, അതായത് അമ്മയുടെ ഇന്നിപ്പോ എന്റെ അച്ഛനമ്മ പ്രസവിച്ചിട്ട് അപ്പോൾ അച്ഛനും അമ്മ ഹിന്ദുവാണ്. പിന്നെ എടുത്ത് വളർത്തി ചിലപ്പോൾ ക്രിസ്ത്യാനിയായിരിക്കും. ഞാൻ അതിലെ വളരുക. അല്ലാണ്ട് ഇപ്പൊ ചെറിയൊരു 4-5 മാസം പ്രായമുള്ള കുഞ്ഞിന് എന്ത് ജനറ്റിക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. അച്ഛനേതാ അമ്മ ഏതാ ഒന്നും ഓർമ്മയില്ലാത്തൊരു വ്യക്തി ഒരു ഹിന്ദു മതസ്ഥൻ്റെയോ ക്രിസ്ത്യൻ മതസ്ഥൻ്റെയോ മുസ്ലിം മതസ്ഥൻ്റെയോ എടുത്ത് പോയിട്ട് ഞാൻ ഇന്ന മതസ്ഥനാണ് എന്ന് അവർക്ക് അടിച്ചൊഴിച്ച് പറയാൻ പറ്റൂലല്ലോ. ആർക്ക്? ആ എടുത്ത് വളർത്തിയ പറയാൻ പറ്റും. കാരണം ജന്മം ജനിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് വന്ന ഏതൊരാളാണെങ്കിലും ആ ഒരു വ്യക്തി ഏതാ ജാതി ഏതാ മതം നോക്കുന്നവർ അച്ഛനമ്മേൻ്റെ ഇതിലാണ്. അപ്പൊ അങ്ങനെ സ്വന്തം അല്ലാത്തവരെ എടുത്ത് വളർത്തുന്ന മറ്റു മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒന്നും വേണ്ട. ഇവിടെ ഒരു വായ ഉണ്ടാക്കി, ഇവിടുത്തെ വായ ഉണ്ടാക്കി അത് ആരതാന്ന് വെച്ചാൽ മോളതാണ്. പക്ഷെ റോഡുമേൽ ഒരു പായ എറിഞ്ഞിട്ട് അവിടെ ഒരു വായ ഉണ്ടാക്കിയത് ആരതാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഉണ്ടാക്കിയ സ്ഥലത്ത്, അതായത് പായക്കൊല എറിഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ സ്ഥലത്ത് ഉണ്ടായി, ആ ഉണ്ടായ സ്ഥലം ആരേതാണോ അവരതാണ് അത്. പക്ഷെ ഉണ്ടായ സ്ഥലം അവരേതായിക്കോട്ടെ, പക്ഷെ ഞാൻ ഹിന്ദു മതസ്ഥനാണെന്ന് പറഞ്ഞൊരു മുസ്ലിം മതസ്ഥനെ കളിയാക്കാൻ പാടുണ്ടോ? എങ്ങനെയാ മനസ്സിലായില്ല. ഹിന്ദു മതസ്ഥനായിരിക്കും എടുത്തു വളർത്തിയത്. നിന്നപ്പോ എടുത്തു വളർത്തിയത് ഒരു ക്രിസ്ത്യൻ മതസ്ഥൻ. നീ ജനിച്ചത് നിന്റെ അമ്മയുടെ വയറ്റിൽ ഹിന്ദു മതസ്ഥയുടെ വയറ്റിൽ, അത് നിനക്ക് ഓർമ്മയില്ല. ഈ ക്രിസ്ത്യാനി മതത്തിൽ നിന്നും ഹിന്ദു മതത്തിനെ കുറ്റം പറയാൻ പാടുണ്ടോ? ആ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശം. ഞാനിപ്പോ ഹിന്ദു മതത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. അല്ല, ഇന്നെ എടുത്ത് വളർത്തിയത് ഇപ്പൊ ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനി ഇനിയിപ്പം ഒരു ഹിന്ദു മതസ്ഥന്റെ വയറ്റിലാണ് ജനിച്ചത്. എടുത്തു വളർത്തിയത് ഒരു ക്രിസ്ത്യാനി. ക്രിസ്ത്യൻ മത വിശ്വാസപ്രകാരമാണ് എടുത്തു വളർത്തിയ രീതിയിലാണ് പോവുക. എന്ന് വെച്ച് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ വിവരിച്ച് പറ, എനിക്ക് മനസ്സിലാവും. ഞാൻ 10ാം ക്ലാസ് ക്രിസ്ത്യ, അപ്പൊ എനിക്ക് അതിന്റെ ഇതാക്കണം. അതൊക്കെ അതിന് കാര്യമില്ല. ഈ ഏത് മതമാണ് ഏത് മതസ്ഥയാണ് പ്രസവിച്ചിട്ടത് എന്നറിയാതെ മറ്റുള്ള മതത്തിനെയും കൂടി കുറ്റപ്പെടുത്തുന്ന പാടുണ്ടോന്നാ ചോദിച്ചത്. അങ്ങനെ പാടില്ല. അതാ ഞാൻ അങ്ങനെയൊന്നും പാടില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് എനിക്ക് ക്രിസ്ത്യാനായിട്ട് ബന്ധമുണ്ട്, ഹിന്ദുക്കളായിട്ട് ബന്ധമുണ്ട്, മുസ്ലിംസിലായിട്ട് ബന്ധമുണ്ട്. നമുക്ക് അങ്ങനത്തെ കുഴപ്പമില്ല. ഒരു ജാതി ഒരു മതം ഒരു ദൈവം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പല കാശുള്ള ആൾക്കാർ ലാസ്റ്റിലേക്ക് ചോർന്ന് നോക്കുക. ഇപ്പോഴും ചിലപ്പോൾ ഈ ലൈവോ ഈ വീഡിയോ കാണുന്ന ചെക്കന്മാർക്ക് അറിയണ്ടാവും. എല്ലാവരും തിന്നതിന് ശേഷം അവിടെ ഒരു സരോജിനി ടീച്ചർ ഏച്ചിണ്ടായിരുന്നു, ഓരാണ് അടുത്ത ആയ. എല്ലാവരും പോകാൻ ശേഷം ഞങ്ങൾ എന്തൊക്കെ 2 റുപ്യേൻ്റെ അച്ചാറുണ്ടായിരുന്നു, ചെറിയ അച്ചാർ എല്ലാവരും വാങ്ങിക്കൊണ്ടു. എന്നിട്ട് ഒറ്റ ഡവറുണ്ടാവും, ലാസ്റ്റിലേക്കുള്ള ചോറുണ്ടാവും. ആ ചോറും കറിയും ആ അച്ചാറും എല്ലാം കൂടി കുഴച്ചിട്ട്
4 ആളാണ് 4 ആളും കഴിക്കും. ഒരർപ്പും കാര്യം ഞങ്ങൾക്ക് തോന്നിക്കില്ല. ചിലപ്പോൾ അതിൽ ഹിന്ദു ഉണ്ടാവും, ചിലപ്പം പുല ഉണ്ടാവും, നായരുണ്ടാവും, തീയരുണ്ടാവും, വേറെ ഏതെങ്കിലും കാസ്റ്റ് ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും. നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം ആ പഠിക്കുന്ന സമയത്ത് ഞങ്ങളാ പഠിച്ച് വലുതായി നോക്കുമ്പോൾ അയ്യോ ഓൻ പുലനാ, ഓൻ തീയരാ, ഓൻ നായരാ, ഓൻ മുസ്ലിമാ, ഓൻ ക്രിസ്ത്യാനിയാ, ഓൻ ഹിന്ദുവാ, പല പല ജാതിയായി പല പല ഇതായി നാട് നന്നാകാത്ത ഏറ്റവും വലിയ പ്രശ്നം അതാ. എൻ്റെ കാഴ്ചപ്പാടിൽ ജനിച്ച് ആ വീഴുന്നൊരു ഇതില്ലേ, ആ സമയം തൊട്ടിട്ട് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സില്ലേ, ആ വയസ്സ് വരെ ജീവിച്ചാൽ മതി എല്ലാവരും. കടല്ല, കടപ്പടിയില്ല, കുളിക്കണ്ട, കുറിപ്പടിയില്ല, പിന്നെ അച്ഛനും അമ്മേനെയും കഷ്ടപ്പെടുത്തണ്ട. ആ കഴിഞ്ഞാലാണ് പിന്നെ കാരണം ഞാൻ ഇങ്ങനെയായി, പഠിക്കൂല, നാട്ടുകാർക്ക് ശല്യം എന്ന് പറയും, കഞ്ചാവാണ്, MDMA ആണ്, ബ്രൗണാണ്, മറ്റതാണ് മറിച്ചതാണ്, വെള്ളടിയാണ്, അതൊന്നും കേൾക്കണ്ട. അല്ലെങ്കിൽ എന്താക്കണം, ചില ആൾക്കാരെ കാണുമ്പോൾ പറയില്ലേ, ഓ മുണ്ടാനും പറ്റൂല, ചെവിയും കേൾക്കൂലെന്ന്. ഒരു കണക്കിന് ഒരു ഭാഗ്യവന്മാരാ. ഞാനിപ്പോൾ പോവാം, ഇപ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, ഇപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ എന്നോട് പറയാം ആ നായിൻ്റെ മോനെ പിടിക്കലാന്ന്, ഓൻ വെറും മറ്റോനാന്ന്. അപ്പം ഞാനത് കേൾക്കുന്നുണ്ട്, എനിക്ക് സങ്കടമല്ലേ. മറ്റോനാണെങ്കിലോ അത് കേൾക്കുകയും വേണ്ട, തിരിച്ചൊന്നും പറയുകയും വേണ്ട. ശരിക്കും അതൊക്കെ ദൈവം തരുന്ന അനുഗ്രഹം. ആര് പറയുന്നത് കേൾക്കണ്ട, കുറ്റം പറച്ചിൽ കേൾക്കണ്ട, പിന്നെ നമുക്ക് അതൊന്നും പറയുകയും വേണ്ട, വളവളാന്നിങ്ങനെ പറയുകയും വേണ്ട. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച ആ ഒരു ഐശ്വര്യം, അതിനുപരി വേറൊന്നുമില്ല. പക്ഷെ ആ തന്തേനെയും തള്ളേനെയും പൊന്നുപോലെ നോക്കുന്ന ഒരു ഇതായ മാത്രം മതി. അതല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആർക്കാണുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാൻ മൈൻഡപ്പിക്കാണ്, ഈ പോകാനുള്ള സമയങ്ങളൊക്കെ ആയി. അപ്പോൾ ശുഭയാത്ര. അപ്പൊ എല്ലാരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് സലീം.